ക്യാൻസറിനെ ബയോപ്സി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ക്യാൻസർ രോഗം വളരെ പെട്ടെന്ന് പടരുമോ? വളരെ കോമൺ ആയിട്ട് ഇന്ന് പലരുടെ ഇടയിലുള്ള ഒരു ധാരണയാണിത്. സത്യാവസ്ഥ വെളിപ്പെടുത്താം. നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മുഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടിപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ട്, ഇത് ക്യാൻസർ ആണോ മറ്റെന്തെങ്കിലും അവസ്ഥയാണോ തിരിച്ചറിയുന്നതിന് ആ ഭാഗത്തുള്ള കോശങ്ങളെ കുറച്ച് ചുരണ്ടിയെടുത്ത് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ വിശദമായി പഠനം നടത്തേണ്ടതുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ആ ഭാഗത്തുള്ള കോശങ്ങളെ എടുക്കുന്ന പ്രോസസ്സിനാണ് ബയോപ്സി എന്ന് പറയുന്നത്. ബയോപ്സി ചെയ്ത് ആ കോശങ്ങളെ എടുത്ത് ശരിയായിട്ട് പഠിച്ചാൽ മാത്രമേ അത് ക്യാൻസർ ആണോ, ക്യാൻസർ ആണെങ്കിൽ ആ ഭാഗത്ത് ആദ്യമായിട്ട് വന്ന ക്യാൻസർ ആണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്ത് നിന്നും ഈ ഭാഗത്തേക്ക് പടർന്ന തരത്തിലുള്ള ക്യാൻസർ ആണോ, ഈ ക്യാൻസർ കോശങ്ങളുടെ സ്വഭാവം എന്ത്, വളരെ പെട്ടെന്ന് ഇത് പടരുന്ന ടൈപ്പ് ആണോ, മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യുമോ, പൂർണ്ണമായിട്ടും മരുന്നെടുത്തു കഴിഞ്ഞാൽ മാറുമോ അതോ വീണ്ടും വരാൻ സാധ്യതയുണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബയോപ്സിയിലൂടെ ഈ കോശങ്ങൾ എടുത്തുള്ള പരിശോധനയാണ്. ബയോപ്സി ചെയ്യുന്നതിന്റെ പേരിൽ ക്യാൻസർ പെട്ടെന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് പടരാറില്ല. ക്യാൻസർ കോശങ്ങൾ തൊട്ടടുത്തുള്ള കോശങ്ങളിലേക്ക് ഗ്രാജുവലി സ്പ്രെഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ക്യാൻസർ പലപ്പോഴും ക്യാൻസർ കോശങ്ങൾ ലിംഫാറ്റിക് ചാനലിലൂടെ, അതായത് നമ്മുടെ ശരീരത്തിൽ രക്തകോശങ്ങൾ പോകുന്നത് പോലുള്ള ലിംഫാറ്റിക് കനാൽസ് ഉണ്ട്, ഇതുവഴി മറ്റു ഭാഗങ്ങളിലേക്കോ എല്ലാം ഇത് പടരാനുള്ള സാധ്യതകളുണ്ട്. അത് ബയോപ്സി ചെയ്യുന്നത് കൊണ്ടല്ല പടരുന്നത്. എത്രയും വേഗം ബയോപ്സി ചെയ്ത് ആ കോശങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ അത്രത്തോളം എളുപ്പമാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ക്യാൻസറിനെ ബയോപ്സി ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അയ്യോ ഇത് പിന്നെ പടരും എന്ന് ഭയപ്പെടുന്നവർ ഈ സത്യം മനസ്സിലാക്കുക. എല്ലാവർക്കും വേണ്ടി ഷെയർ